നമസ്കാരം, എൻ്റെ പേര് സുരാജ്. ഇത് എൻ്റെ ഭാര്യ ദീപ. ഇത് മൂത്ത മകൾ ദിയ, ഇളയ മകൾ ദൃശ്യ. ഒരു വീട് വേണമെന്ന ആഗ്രഹവുമായി ഞങ്ങളിങ്ങനെ ഡിസ്കഷനെല്ലാം ചെയ്യുമ്പോഴാണ് ഞാനും വൈഫും ആദ്യമായുള്ള നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേമിനെ ഈ പണി ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ നല്ലൊരു ആർക്കിടെക്റ്റ്, നല്ലൊരു ഫേം, ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഞാനും വൈഫും ഇതുപോലെ ഒരുപാട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു. അതിനുശേഷം അങ്ങനെയാണ് നമ്മുടെ ലതീഷ് മേനോൻ സാറിലേക്കും അതുപോലെ നിർമ്മാണിലേക്കും എത്തിപ്പെട്ടത്. അത് ആക്ച്വലി എൻ്റെ ഒരു സിസ്റ്ററുടെ വീട് പണിതത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹവുമായി കോൺടാക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ സെക്കൻഡ് ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലോട്ടൊരു റെക്റ്റാങ്കിൾ പ്ലോട്ടായിരുന്നു. വീതി ഒരു 14 മീറ്ററുള്ള ഒരു പ്ലോട്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു വീട് സാധ്യമാകുമെന്നത് നമ്മളൊരു പ്രധാന ഒരു കൺസേൺ ആയിരുന്നു. ഈ വക എല്ലാ ഇഷ്യൂസും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സൈറ്റ് വ്യൂസിൽ തന്നെ അദ്ദേഹം നമുക്ക് ക്ലിയർ ചെയ്തു തന്നു. നമ്മളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു ഉത്തരമായി അദ്ദേഹവുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ ഞങ്ങൾ 100% കോൺഫിഡൻ്റായി അദ്ദേഹത്തെ പണിയേൽപ്പിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും യാതൊരുവിധ ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണലായി അദ്ദേഹം ഇത് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളുടെ ഏത് കൺസേണുകളും ഇഷ്യൂസും അദ്ദേഹവുമായുള്ള ചർച്ച അല്ലെങ്കിൽ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ എല്ലാം ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുപോലെ തന്നെ വീട് പണി പുരോഗമിക്കും തോറും ഏറ്റവും പോസിറ്റീവായി തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം 100% ഏത് ടൈമിലും നമുക്ക് റീച്ചബിളായിരുന്നു എന്നതാണ്. ഞാൻ വെളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങളും അതുപോലെ ഒരുപാട് കൺസേണുകളും അല്ലെങ്കിൽ നമ്മുടേതായ സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും അദ്ദേഹം റീച്ചബിളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം. നമ്മളുടെ എപ്പോഴും ഉള്ള ഫോൺ കോളുകൾക്ക് എപ്പോഴും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അതുപോലെ 100% അങ്ങനെയുള്ളൊരു റെസ്പോൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ട കാര്യവും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ വീടിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, കളർ പാറ്റേൺ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ എക്സ്പീരിയൻസും ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ പല സമയത്തും എനിക്ക് തന്നെ തോന്നിയിരുന്നു അദ്ദേഹം എടുക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന കളറുകൾ നമുക്കിവിടെ മാച്ചാവുമോ, ഇത് നന്നാവുമോ എന്നുള്ള ഒരുപാട് കൺസേണുകൾ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ അത് വളരെ മനോഹരമായി വരുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതോടുകൂടി തന്നെ നമുക്ക് അതിലൂടെ തന്നെ 100% നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ വീട്ടിൽ കാറ്റും വെളിച്ചാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഡിസ്കഷൻ സമയത്ത് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു പ്ലാൻ ആയിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ ആഗ്രഹിച്ചതിനും അപ്പുറത്ത് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് കയറിക്കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലേ വീട്ടിനകത്ത്. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്യും നല്ല സന്തോഷമുള്ളൊരു പ്ലസൻറ്റ് മൂഡ് ഉണ്ടാക്കി തന്നതിൽ ലതീഷ് സാറിനോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് തീരില്ല. മാത്രമല്ല ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എപ്പോഴും വിളിച്ചാൽ നമുക്ക് കോണ്ടാക്റ്റ് അങ്ങനെയാണ്, എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. സാറായാലും ശരി, സാറിൻ്റെ വൈഫായാലും ശരി, ഞങ്ങളൊരു ഫാമിലിയിൽ ചെന്ന് പെട്ട ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിനോടുള്ള ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ എത്തിപ്പെട്ടതിലുള്ള സന്തോഷവും
സംതൃപ്തിയും നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു നിർമ്മാൺ ടീം. താങ്ക് യു നിർമ്മാൺ ആൻഡ് എൻ്റയർ ടീം. താങ്ക് യു.